ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇതിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ പാർട്സും ചിക്കനും മീനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ അയില എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി രാവിലെ തന്നെ. എന്നാലും നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് കിടന്നുകൊണ്ടായിട്ട് രാവിലെ നല്ല വിശപ്പുണ്ട്. എന്നാലും ഈ മാർക്കറ്റിൽ സാധനം എത്താനുണ്ടാകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് എപ്പം മാർക്കറ്റിൽ സാധനം കൊണ്ടുവന്നാലും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഇവർ തന്നെ എല്ലാം തരും കേട്ടോ. മീൻ, ചെമ്മീൻ, മത്തി ഇതെല്ലാം മുറിക്കാൻ അറിയാത്തതുകൊണ്ടും ക്ലീനാക്കാൻ അറിയാത്തതുകൊണ്ടും അത് ഞാൻ ചെയ്യും. ബാക്കിയെല്ലാം ഇവർ തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം ഫ്രിഡ്ജിൽ ബോക്സാക്കി വെക്കുകയെല്ലാം ചെയ്യും. ഇങ്ങനെ പുറത്ത് പണിയെടുത്തിട്ട് ഇതിപ്പോൾ നാട്ടിലായതുകൊണ്ട് പുറത്ത് പണിക്ക് പോകുന്നില്ല. പക്ഷെ അവിടെ ആകുമ്പോൾ പുറത്ത് അത്രയും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്താലും വീട്ടിൽ വന്ന് എല്ലാ ജോലിയും ചെയ്തു തരുന്ന ഒരു ഹസ്ബൻഡ് നിങ്ങൾക്കുണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് എപ്പം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. വീഡിയോ എടുക്കണം, യൂട്യൂബിൽ സക്സസ് ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അത് ചെറിയൊരു മടിയുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൽ കുറച്ചല്ല നല്ലോണം അറിവ് കുറവുണ്ട്. ചെറിയ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. എടുക്കാണ്ടാവും, പക്ഷെ എനിക്ക് എടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം അവർ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിനെ. പിന്നെ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം വാട്ടി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചിക്കനെല്ലാം ഇട്ട് ഉപ്പെല്ലാം വേവിച്ച് വിസിലടിച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് തക്കാളി ഇട്ടിട്ടില്ല. ശരിക്കും തക്കാളി ഇട്ടിട്ടില്ലെങ്കിൽ കറി കൂട്ടാനെല്ലാം കഴിയുക നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ അതിൻ്റേതായ ഒരു കൊഴുപ്പും ആ ഒരു പുളിയൊന്നും ഇല്ലാണ്ടാവണ്ട വെച്ചിട്ട് വീണ്ടും അത് ആവിയെല്ലാം കളഞ്ഞ് തുറന്നിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഇവർ മീനെല്ലാം മീനും വൃത്തിയാക്കുന്നുണ്ട്. രാവിലെ ദോശയാക്കുന്ന കേട്ടോ. സാധാ പച്ചരിയും ചോറും കൂടി അരച്ചിട്ടുണ്ടാക്കുന്ന ദോശ. അങ്ങനെ ചിക്കൻ കറി ആക്കി അത് അടുപ്പത്ത് നിന്ന് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ദോശയാക്കി. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഇപ്പോൾ വോയിസിൽ ഇട്ട് കഴിഞ്ഞാൽ നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അതിൻ്റെ സൗണ്ടായിട്ട് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നല്ല നേരിയ ദോശയും ആ നേരിയ ക്രിസ്പി ദോശ ഏത് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ്. ദോശയും ചുട്ട് ചായ വെച്ച് പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം ഉണ്ടായി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കളയെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനും ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി. ഈ തവ ഞാൻ സാധാരണ നോൺ സ്റ്റിക്ക് തവയിൽ ഇങ്ങനെ വീശിയിട്ട് ദോശ ചുടൽ, ഇങ്ങനെ കയ്യിലോട് ഇങ്ങനെ പരത്തലുണ്ടായിട്ടില്ല. നല്ല ദോശ എങ്ങനെ ആക്കിയാലും നല്ല ദോശ ഇട്ട് ദോശ വീശി നല്ല നേരിയ ദോശ ഇട്ട് ക്രിസ്പി ദോശ. ഇതിപ്പോൾ ഈ ഫ്രൈ പാൻ ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന ഇതിലേക്ക് എത്തി. ഉപയോഗിച്ചിട്ട് പഴയതായിട്ടാണോ അല്ല ചിരണ്ടി എന്തെങ്കിലും ആയതാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരച്ച് ചുടുന്നത് കേട്ടോ. പിന്നെന്താ ഇപ്പോൾ വിശേഷം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നല്ല എന്തുണ്ടെങ്കിലും ഈ വീഡിയോയിലുള്ള പോരായ്മകളായാലും നല്ലതായാലും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. വേറെ വിശേഷിച്ചൊന്നും ഇല്ല കേട്ടോ. കുറേ കാര്യങ്ങൾ ഇവിടെ പറയാൻ അറിയുന്നുമില്ല എനിക്ക് വീഡിയോയിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.